പഹൽഗാം അറ്റാക്കിനെ തുടർന്നുള്ള യുദ്ധസമാനമായ പ്രതിസന്ധികളിൽ പാകിസ്ഥാനെ പിന്തുണച്ചതിനെ തുടർന്ന് തുർക്കിക്കെതിരെ ഇന്ത്യ സമഗ്രമായ ഒരു വ്യാപാര ബഹിഷ്കരണം ആരംഭിച്ചിരിക്കുന്നു. ഇത് തുർക്കിയിൽ സാമ്പത്തികവും നയതന്ത്രപരവുമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ മാർബിൾ വ്യവസായം, പ്രത്യേകിച്ച് ഉദയ്പൂരിൽ തുർക്കിയിൽ നിന്നുള്ള ഏകദേശം 3000 കോടി മൂല്യമുള്ള മാർബിൾ ഇറക്കുമതി നിർത്തിവച്ചിരിക്കുകയാണ് ഭാരതം. ഇന്ത്യയുടെ വാർഷിക മാർബിൾ ഇറക്കുമതിയുടെ 70%. തുർക്കിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. രാജസ്ഥാൻ, ഗാസിയാബാദ് എന്നിവിടങ്ങളിലെ വ്യാപാരികൾ തുർക്കിയിൽ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി നിർത്തിവച്ചിരിക്കുകയാണ്. കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ദേശീയ ഉൽപ്പന്നങ്ങളിലേക്ക് ഇവർ ശ്രദ്ധ തിരിച്ചിരിക്കുന്നു. തുർക്കിയിൽ നിന്നുള്ള കാർഷിക ഇറക്കുമതി കുറയ്ക്കുന്നതിന്റെ ഭാഗമാണിത്. തുർക്കിയിലേക്കുള്ള ഇന്ത്യൻ യാത്രകൾ 60% നിർത്തലാക്കുകയും 250% റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് മേഖലയെയും ഇത് ബാധിച്ചു. തുർക്കിക്ക് ഗണ്യമായ വരുമാന നഷ്ടം സംഭവിച്ചിരിക്കുന്നു. മേക്ക് മൈ ട്രിപ്പ്, ഈസ് മൈ ട്രിപ്പ് തുടങ്ങിയ പ്രമുഖ ട്രാവൽ കമ്പനികൾ ഈ കുറവ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തുർക്കിയുടെ തലസ്ഥാനമായ അങ്കാറയിൽ ഹോട്ടൽ, റെസ്റ്റോറന്റ് എന്നിവയുൾപ്പെടെയുള്ള ഹോസ്പിറ്റാലിറ്റി സെക്ടറിന് ഗുരുതരമായ ആഘാതം സംഭവിച്ചിരിക്കുന്നു. ആന്ധ്ര ടൂർസ് ആൻഡ് ട്രാവൽസ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ തുർക്കിയിലേക്കുള്ള ടൂർ പാക്കേജുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. IIT ബോംബെ, JNU, ജാമിയ മിലിയ ഇസ്ലാമിയ എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ ഇന്ത്യൻ സർവകലാശാലകൾ ദേശീയ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തുർക്കിയിലെ സ്ഥാപനങ്ങളുമായുള്ള സഹകരണം നിർത്തിവച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ സാമ്പത്തിക ദേശീയത എന്ന ദേശീയ താൽപര്യങ്ങൾ ഉയർത്തിക്കാട്ടാനുള്ള മാർഗമായി പ്രതിപാദിച്ചുകൊണ്ട് ഈ ബഹിഷ്കരണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2024-25 ഏപ്രിൽ ഫെബ്രുവരി കാലയളവിൽ ഇന്ത്യ തുർക്കിയിൽ നിന്നും 2.84 ബില്യൺ മൂല്യമുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നു. ഇത് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ 0.5%. ഈ ബഹിഷ്കരണം തുർക്കിയുടെ ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്ടിൽ ഗണ്യമായ ആഘാതമുണ്ടാക്കും എന്നുള്ള കാര്യം തീർച്ച. അടപടലം തുർക്കിയെ ഭാരതം വരിഞ്ഞുമുറുക്കി, അതാണ് സത്യം.